ഓളെ കണ്ണില്ലാതെ സാധനം ഉണ്ട്, ഒന്നിന് സാധനം ഇന്ന് ഒരു കിട്ടിക്കാജ് സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ എന്താ വെച്ചാൽ മൊത്തം ചലഞ്ചുകളും പണികളുമാണ്. ഒരുപാടായി ചലഞ്ചും പണികളൊക്കെ ചെയ്ത് മൊത്തം വെറൈറ്റിയും അതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമല്ലേ ഇയാളെ. ഡേഞ്ചറസ് അപ്പൊ ആദ്യം ഞാൻ ഡ്യൂഡിക്ക് ഒരു കിടക്കായി ചലഞ്ച് കൊടുക്കാണ്. ഇവിടെ ഒരു കിട്ടി തൂക്കിയിട്ട് വാട്ടർ ബോട്ടിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കണ്ണ് ഡ്യൂഡിന്റെ കെട്ടും. ഞാനൊക്കെ കണ്ണുകൾ കെട്ടിട്ട പരിപാടികൾ ചെയ്യാറുള്ളൂ. സോ എന്നിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ഇടും. എന്നിട്ട് വരുമ്പോ അങ്ങനെ കണ്ണ് കെട്ടിട്ട് ഡ്യൂഡ് ഇത് ഫസ്റ്റ് മൊത്തം ട്രൈ ആക്കണം. റെഡിയാണോ? തട്ടിക്കഴിഞ്ഞാൽ ഔട്ടാവും. ഓക്കെ, വേറെ കാര്യം ഞാൻ വെള്ളത്തിന്റെ ലൈറ്റ് കൂട്ടണല്ലോ. ട്രൈ ചെയ്യും. ഇതിപ്പോ ഡ്യൂഡി ഇതാക്കണം. അവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഡ്യൂഡി എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയണം. ഓക്കെ, വളഞ്ഞു നിന്നാൽ യു ആർ ഔട്ട്. അതെ, അങ്ങനെ മാത്രം നിന്നാൽ മതി. സോ നീ തന്നെ അങ്ങനെ ഒന്നും പറ്റില്ല. ഞാൻ ഇടാ. ഓക്കെ, കൈ ഈ കയ്യിൽ പിടിച്ചോ. ഓക്കെ അല്ലേ? റെഡി, 1 2 3. ഓക്കെ, അതിലത്തെ തട്ടിപ്പോയി. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, റെഡി? റെഡി ട്ടോ, അങ്ങോട്ട് ട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, 2 ചാൻസ് കൊടുത്ത് 2 ഡ്യൂഡി കലക്കി തന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ഇനി തട്ടി നിക്കണ്ടട്ടോ. നീ ചെയ്തോ, ചിലപ്പോ അടുത്തൊരു ശരിയാവും. ഞാൻ നീ ഇട്ടോ. ഓക്കെ, നീ തട്ടി ഒന്നുകൂടി നിന്നോ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഡ്യൂഡി കള്ളക്കളി കൂട്ടി. ഡ്യൂഡി മനഃപൂർവ്വം എന്നെ അറ്റാക്ക് ചെയ്തു. മനഃപൂർവ്വം അറ്റാക്ക് ചെയ്തു. ഇനി അടുത്തത് എന്റേതാണ്. എന്റേതൊക്കെ വളരെ വളരെ സിമ്പിൾ. എന്റെ കണ്ണവിടെ കെട്ടിക്ക എന്താക്കും ഒരു അഹങ്കാരത്തോടെ. അഹങ്കാരം അതെനിക്കുണ്ട് മകളെ. നിന്നോട് മാത്രം എനിക്ക് അഹങ്കാരം ഉണ്ട്. കുരുട്ടെ എന്തായാലും അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ സാധനം. നിങ്ങൾ കണ്ടാ മനസ്സിലാവും. മിക്കത് അവിടെ ഉണ്ടായിട്ട് ഞാൻ ഉറക്കൻ ആ പേര് പറയുന്നില്ല. താഴത്ത് വെച്ചിട്ട് മണത്ത് നോക്കിക്കോ. ഇവിടാണ്. കുറച്ചുകൂടെ ഒറ്റേ. ഓക്കെ, അവിടെ മതി. കിട്ടുണ്ടോ? എന്താണ് വൃത്തികെട്ട സ്മെല്ല്? ഇതിനോ? കണ്ണൂരിൽ എന്നാലും ഗസ് ചെയ്യ. ഒന്നും മണത്ത് നോക്ക്. തൊട്ടോക്കട്ടെ. ഷൂണോ? ഇതൊരു കിടിലൻ സാധനം. ഇത് പറയണം എന്താണെന്ന്. ഓക്കെ, സ്മെല്ല് ചെയ്തോ. കുറച്ച് താട്ട് പോറ്റേ. കറക്റ്റ്. സോറി, ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചേരട്ടോ. ഓക്കെ, എന്താണ് ഓവറാവണ്ട. നീ പറഞ്ഞെന്ന് മീൻ പൊരിച്ചത്. മീൻ മത്തി പൊരിച്ചത് അല്ല. നീ മത്തി ഇതുവരെ കഴിച്ചില്ല? മത്തി പൊരിച്ചത് അല്ല. കറക്റ്റ് എന്താന്ന് പറ. പിന്നെ മീനിന്റെ പൂച്ചന്റെ എന്തെങ്കിലും ആണോ? പൂച്ചന്റെ ഫുഡ് എന്തെങ്കിലും ആണോ? കറക്റ്റ് പറഞ്ഞോണ്ട് ഇത് എനിക്ക് എടുക്കാം. അതെടുത്തോ. കറക്റ്റ് പറഞ്ഞോണ്ട് എനിക്കത് എടുക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. കൊണ്ട് പോടിന്റെ മുമ്പ് എടുത്ത് ഞാൻ ഡ്യൂഡിക്ക് ഇതെല്ലാം മനോഹരമായിട്ടുള്ളൊരു സിമ്പിൾ ജസ്റ്റ് യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. ഫിനിഷ്. അപ്പൊ ഡ്യൂഡി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി അല്ലേ? സോ നിന്റെ മുമ്പിൽ ഇതാക്കണ 2 പ്ലേറ്റുകളുണ്ട്. അതിൽ ഒന്നിൽ നല്ല പൗഡർ ആണ്, ഒന്നിൽ ഫ്രീ ആയിട്ടുള്ള കിടക്കണാണ്. സോ അതിന് മുമ്പിൽ ഇതാക്കണ 2 സംഭവം ഉണ്ട്. ഒന്ന് നോന്നും ഉണ്ട്, ഒന്ന് യെസ്സും ഉണ്ട്. സോ അത് ഏതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, അത് ഏതിന്റെ ഫ്രണ്ടിലാണോ അതിൽ ഡിപ്പ് ആവും. മൊത്തം കണ്ണ് കെട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് പറയാട്ടോ. കുഞ്ഞു റെഡി അല്ലേ? ഓക്കെ, ഒന്നിൽ സാധനം ഉണ്ട്, ഒന്നിൽ സാധനം ഇല്ല. ഓക്കെ, യെസ് ഓർ നോ എന്ന് പറഞ്ഞോ. വേഗം പറഞ്ഞോ. യെസ് ഓർ നോ. യെസ്സാ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണോ? പറഞ്ഞോ. യെസ് അല്ലേ? കൺഫേം? ഓക്കെ, യെസ് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല.
ഇല്ല മാറ്റുന്നില്ല. ഓക്കെ ആക്കാൻ പോവാണ്. സമയമില്ല. യെസ് പറഞ്ഞേ അതൊക്കെ സർപ്രൈസ് ആയിരിക്കും. മെല്ലെ പോര് മെല്ലെ പോരടി. ഒന്നുമില്ല അതവിടെ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടില്ലേ? അതവിടെ ഉണ്ടായിരുന്നു അടിപൊളി നല്ല സീന്. അതാക്കണ്ട അങ്ങനെ വെച്ചോ. ഞാൻ പോയി കഴിക്കോ. സീന് ഓളെ കണ്ണിൽ അത് ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സായിപ്പോയി. അത് തുറന്നിട്ടാക്കുമ്പോ അതിന്റെ സർപ്രൈസ് പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഡിപ്പ് ചെയ്ത്. കുഴപ്പമില്ല, ഡ്യൂട്ടി വരുന്നുണ്ട്. ഇനി അടുത്ത് എനിക്കുള്ള പണിയൊക്കെ. ഞാൻ ഇക്കയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്താണ്. ഇതൊരു കിടിലൻ സാധനമാണ്. ഞാൻ ഇക്കയ്ക്ക് ഒരു ടൈം കൊടുക്കും. ആ ടൈമിന്റെ ഉള്ളിൽ ഇതൊക്കെ ഫുള്ള് കഴിച്ചു കഴിയണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ഇക്ക ഇവിടെ ചെയ്യേണ്ടതായിരിക്കും. എന്താണെന്ന് നോക്ക്. മൊത്തം സീൽ ചെയ്തില്ലേ? അതാ പ്രശ്നത്തിന് ശേഷമായിരിക്കും ഇവരെല്ലാം മൊത്തം സീൽ ചെയ്തിട്ടാണ്. നല്ലൊരു ഇതാണ്. ജ്യൂസ് ഉണ്ട്. സ്ട്രോ അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാ. അതിന്റെ കൂടെ ജ്യൂസ് വേറെന്തോ ഫ്രീ കിട്ടിയതാണ്. എന്താന്ന് അറിയില്ല. നോക്കട്ടെ എന്താണ് ഇതെന്താ മൊത്തം കഴിക്കണോ? ഞാൻ അത് പറ, നീ തുറന്നു നോക്കി എന്താണെന്ന് ആദ്യം. വേഗം തുറന്നൂടെ ഒരു പ്രൈസ്. ഓക്കെ അതിനുള്ള ഒന്നല്ല പ്രൈസ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഇതെന്താടി ഇത്? ഇല്ലേ ഞാൻ ഓർഡർ ചെയ്തിട്ട് അതല്ല ഞാൻ ഓർഡർ ചെയ്തത്. അതിലെന്താ നോക്ക്. ഇത് മൊത്തം ഡ്യൂട്ടി ഓർഡർ ചെയ്ത സംഭവം മനസ്സിലായി. പക്ഷെ അതെനിക്ക് ഫ്രീ കിട്ടിയതാണ് അതിന്റെ കൂടെ. ചെറുതായിട്ട് ചീറ്റിപ്പോയി. ഇല്ല ഓർഡർ ചെയ്ത്. അതെ ഒക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്ന എനിക്ക് കഴിക്കാൻ സിമ്പിൾ ആയിരിക്കും. എത്ര മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ഞാൻ പറയാ. അതില് 2 മിനിറ്റ്. എനിക്ക് മനസ്സിലാവാത്തില്ല ഇതിന്റെ കൂടെ എന്തിനാണ് സ്ട്രൂ. നീ സോസ് വലിച്ചു കുടിക്കാനായിരിക്കും. സോസ് വലിച്ചു കുടിക്കാനാ. ഇക്കെന്ത് കാർത്ത് അങ്ങനല്ല. തെരല്ലേ പറക്ക അങ്ങനെ പറയുമ്പോ ഞാൻ കഷ്ടപ്പെട്ടിട്ട്. ഇത് പറച്ചത് എന്താണ്? നീ ഇന്നലെ ഇന്നൊന്ന് കഴിച്ചില്ലേ? എന്നൊന്ന് ഓക്കെ. ടൈം പോകുന്നു. 1:53 മുടിന്റെ ടൈം ഒന്ന് ഞാൻ ഇതിൽ കൂട്ടിട്ടോ. ഒക്കെ ഞാൻ കൂട്ടുവേ. അല്ല മുടിയൊക്കെ പോകുന്നു ചെക്കൻ. വേഗയ്ക്ക് 1 മിനിറ്റ് മതിയിട്ട്. ഇത് ശരിക്കും എനിക്കൊക്കെ ഓക്കെ. ശ്വാസം കിട്ടൂല. മെല്ലെ കഴിച്ചോ. വെള്ളമില്ല. ഇതിന്റെ കൂടെ ഞാൻ വെള്ളം ഓർഡർ ചെയ്തില്ല. ടൈം പോകുന്നു. ഓക്കെ കഴിച്ചിക്ക നല്ലോണം. അല്ല കഴിക്കല എനിക്ക് ടാസ്ക് ചെയ്യാനുള്ളതാ. ഇക്ക അന്റെ ടീഷർട്ട് ഇതൊക്കെ സെയിം കളറാ. പൊള്ളി. ഇല്ല വെള്ളം തരൂല ഇക്ക. ഇല്ല വെള്ളം തരൂല. സോറി. ഞാൻ പറയല്. സോറി. അതിന്റെ മെല്ലെ കഴിക്ക്. ഇല്ല സോറി. പൊട്ടാറ്റാണ് പ്രശ്നം. ഇല്ല ഇങ്ങനെ ഇല്ല. വെള്ളം ദാഹിക്കില്ലാന്ന് വിചാരിക്കും. ഇത് പറ്റൂല കേട്ടോ. ഇത് ഞാൻ ടാസ്ക് പറഞ്ഞല്ല. ടൈം നിർത്തൂലേ? നിർത്തിയോ? തോറ്റോ ഇല്ലേ? തോറ്റ്. ടൈം കഴിഞ്ഞിണ്ടാവും. ഇനി 2 സെക്കൻഡ് എങ്ങനെ ഉണ്ടാവും. ടാസ്ക് പരിപാടി കേട്ടോ. ആ കോല് മൊത്തം ഞാൻ ആവേശത്തില് ചവയ്ക്കാണ്ട് വിഴുങ്ങിപ്പോയി. എല്ലാം കൂടി ഇവട്ടം കൊണ്ട് കട്ടായി നിന്ന് സീന്. ഫുഡിനെ പോലെ ഇത് കഴിക്കാൻ കുറച്ച് പ്രൈസ് ഇറങ്ങൂല. അതെന്താ പ്രശ്നം വെച്ചാൽ ഇത് തണുത്ത് പോയിന്. ഓള് എപ്പോഴും ഓർഡർ ചെയ്ത് കുറച്ച് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചാൽ അത് തണുത്ത് പോയിട്ട് ഇറങ്ങുന്നില്ല. ഒട്ടി പിടിച്ചു. ഇപ്പോഴും റെഡി ആയില്ലേ? ഓടിക്കേ കണ്ട പോയി. എനിക്കിട്ട് പണിയും തിന്നിട്ട് കുത്തി കയറ്റി കണ്ടില്ല. അമുക്കത്തിയെ അനക്ക് തിന്നണ ഞാൻ നേരത്തെ തിന്നാ പോരടി. ഇതെന്റെ ചോരയാണ് കുഞ്ഞുമോളെ. നിനക്ക് കഴിക്കാൻ കഴിയില്ല. ഇതെന്റെ ചോരയാണ്. എന്റെ ചോര കഴിക്കരുത് കുഞ്ഞുമോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ IQ ഓപ്ഷൻ ആപ്പിന്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസ് താഴത്ത് കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവരൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം.